ഇവരെൻ്റെ മക്കളാ, എൻ്റെ മാത്രം മക്കൾ. ഇവർക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രം. ഒരു കിതപ്പോട് അത്രയും പറഞ്ഞു നിർത്തിയതും ശ്വാസം എടുക്കാൻ പാടുപെട്ടുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. അപ്പോഴും ആ മുഖം തന്നോടുള്ള ദേഷ്യത്താൽ വരിഞ്ഞു മുറുകിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, നിന്റെയോ നിന്റെ കുഞ്ഞുങ്ങളുടെയോ പേരിൽ ഞാനൊരു അവകാശം പറഞ്ഞ് വരില്ല. നീ ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്ക്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, നിന്റെ ഹെൽത്ത് വീക്കായ അത് നിന്റെ കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുക. മാത്രമല്ല, ഫുഡ് കഴിക്കാതെ നിന്നാൽ ഡിസ്ചാർജ് ആകുകയില്ല ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഇത് കഴിക്ക്. അവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോണ്ട്. നീ ഒറ്റയ്ക്ക് കഴിക്കുമോ? ഞാൻ കഴിച്ചോണ്ടെന്നല്ലേ പറഞ്ഞത്? അത് പറഞ്ഞ് മെല്ലെ അവൾ എഴുന്നേൽക്കാനായി തല പൊക്കിയെങ്കിലും തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ ഇളങ്കൈ തലയിൽ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് അവിടെ തന്നെ കിടന്നു. എന്താ നീതാ, തല കറങ്ങുന്നുണ്ടോ നിനക്ക്? അവളുടെ ചെയ്തികൾ കണ്ട ആദ്യയോട് അവൻ ചോദിച്ചുവെങ്കിലും കണ്ണുകൾ അടച്ച് കിടക്കുന്ന അവളുടെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും അവന് കിട്ടിയില്ല. നീ എന്നോട് വാശി മാറ്റി വയലിലെ കുഞ്ഞുങ്ങളെ ഓർത്തത് കഴിക്ക്. ഞാൻ വാരി തരാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതിലൊരു മാറ്റമില്ല റാം. ചാവേണ്ടി വന്നാലും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കില്ല. അതിനൊരു മാറ്റമില്ല. എനിക്ക് ഓക്കെ ആകുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചോളാം. പ്ലീസ് ഒന്ന് ശല്യം ചെയ്ത് പോയി തരുമോ? കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവന് മറുപടി കൊടുത്ത് മുഖം ചരിച്ച് കിടക്കുന്നവളെ കണ്ട് അവനൊരു നിമിഷം ഒന്ന് നോക്കി. പിന്നെ അവളുടെ ബെഡിന് കുറച്ചപ്പുറത്തായി കിടക്കുന്ന 2 പേരുടെ അടുത്തേക്ക് പോയി. ആ പെൺകുട്ടിയുടെ ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന സ്ത്രീയോട് നിനക്ക് ഭക്ഷണം കഴിക്കാനായി സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ മറുത്തൊന്നും പറയാതെ സമ്മതിച്ചു. ഒരുപക്ഷെ അവരുടെ വാഗ്വാദം കേട്ടുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു കണക്കിന് അവരൊന്നും ചോദിക്കാഞ്ഞത് അവൻ ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ മറുപടി കൊടുക്കാനില്ലാതെ അവൻ പതറിപ്പോയേനെ. ഭക്ഷണം അവൾക്ക് അരികെയുള്ള ടേബിളിലുണ്ടെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയതും ആ സ്ത്രീ അവൾക്ക് അരികിലേക്ക് പോയി. മെല്ലെ അവളെ എണീപ്പിച്ചിരുത്തി അവൾക്ക് താങ്ങായി അവളുടെ അരികെ തന്നെ ഇരുന്ന് അവർ തന്നെ അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഒന്നും മിണ്ടാതെ അവൾ ആ ഭക്ഷണമെല്ലാം വാങ്ങിക്കടിച്ചു. നല്ല വിശപ്പും അതിൻ്റെ മേലെ ക്ഷീണവും എല്ലാം കൂടി ആയപ്പോൾ അവൾ ആ വാരി തന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു. ഒന്നും മിണ്ടാനും ചോദിക്കാനും ആരും നിന്നില്ല. ഭക്ഷണം കടിച്ചു കഴിഞ്ഞതും അവളെ ബെഡിലേക്ക് ചേർത്ത് കിടത്തി അവർ പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ റാമും കാഷ്വാലിറ്റിക്ക് അപ്പുറത്തുണ്ടായിരുന്നു. അവൾ ഭക്ഷണം കഴിക്കാതെ വാശി കാണിക്കുമ്പോൾ അവന് ഭയമുണ്ടായിരുന്നു. ഒന്നും ചോദിക്കാനോ തർക്കിക്കാനോ നിൽക്കാതെ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ അവന് പകുതി ആശ്വാസമായി. കയ്യിലെ ട്രിപ്പൂരി ഡോക്ടറെ കണ്ട് ഉച്ചയോട് കൂടിയാണ് അവർ ഹോസ്പിറ്റലിൽ വിട്ടത്. ഇങ്ങോട്ട് ബോധമില്ലാത്തവൾ വാരിയെടുത്തായിരുന്നു കൊണ്ടുപോകുന്നത്. പക്ഷെ തിരിച്ച് തന്നെ സാമീപ്യം പോലും അവൾക്ക് അരോചകമായതുകൊണ്ട് അവൻ ശ്യാമിനെ കൂടെ വിളിച്ചു. ഡോക്ടർ പോയതും റാം മുന്നേ നടന്നതും അവൾക്ക് താങ്ങായി ശ്യാം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അവളെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിന് മുന്നിലേക്ക് വന്നതും റാം വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. കാറിൻ്റെ ഡോർ അവൾക്ക് കയറാൻ പാകത്തിന് ഓപ്പൺ ആക്കി. അവൾ വന്ന് വണ്ടിയിൽ കയറി കണ്ണുകളെടുത്ത് സീറ്റിൽ ചാരിയിരിക്കുന്നത് കണ്ട് അവൻ വണ്ടിയെടുത്തു. റാമിൻ്റെ തൊട്ടപ്പുറത്തായി ശ്യാമും ഉണ്ടായിരുന്നു. അവൻ വണ്ടിയെടുക്കാമെന്ന് പറഞ്ഞ് റാം തന്നെ പതിയെ വണ്ടിയെടുത്തു. ഇങ്ങോട്ട് വന്ന സ്പീഡിലല്ലായിരുന്നു അവൻ തിരിച്ചു പോയത്. വളരെ ശ്രദ്ധിച്ച് വണ്ടി എടുക്കുന്നത് ശ്യാം ശ്രദ്ധിച്ചു. പൊതുവെ മെല്ലെ ഓടിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് റാം. വണ്ടി ട്രാഫിക്കിൽ പെടുന്നതോ ഉറുമ്പരിക്കുന്നത് പോലെ പോകുന്നതോ അവന് ഇഷ്ടമല്ലെന്ന് ശ്യാം ഓർത്തു. ഇന്നവൻ അഗ്നിതയ്ക്ക് വേണ്ടി ആകെ മാറിപ്പോയെന്ന് മനസ്സിലായതും ശ്യാമിൻ്റെ ചൊടികളിൽ ആരും കാണാത്തൊരു ഇളം പുഞ്ചിരി നേർത്തു വന്നു. വീട്ടിലെത്തിയപ്പോഴും ശ്യാം തന്നെയായിരുന്നു അവളെ റൂമിലേക്ക് ആക്കിയത്. അവൾ കാറിൽ നിന്നിറങ്ങിയ വഴിക്ക് റാം കാറും എടുത്ത് പുറത്തേക്ക് പാഞ്ഞിരുന്നു. അവൻ്റെ പോക്ക് കണ്ട് ശ്യാം ഒരു നിമിഷം നിന്നുവെങ്കിലും പിന്നെ അവളെ കൂട്ടി അകത്തേക്ക് നടന്നു. അപ്പോഴേക്കും കമലമ്മയും വന്ന് കാര്യം ചോദിച്ചുവെങ്കിലും അവൻ കണ്ണടച്ച് കാണിച്ചു. അവളെ റൂമിലാക്കി ഹാളിലേക്ക് വന്നതും അവനെ കാത്ത അക്ഷമരായി കമലമ്മയും രാഘവേട്ടനും ഉണ്ടായിരുന്നു. ശ്യാം അവൾ പ്രഗ്നൻ്റാണെന്ന് പറഞ്ഞതും വയറ്റിൽ 3 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞത് കേട്ട് 2 പേരും ഒന്ന് ഞെട്ടി. ആദ്യത്തെ പക്കപ്പുമാർ 2 പേരിലും ഒരു പുഞ്ചിരി വിടുന്നു. 3 പേരും കുറച്ചു നേരം സംസാരിച്ചിരുന്നതും റാമിൻ്റെ കാറ് പുറത്തുനിന്ന് ഹോൺ അടിക്കുന്നത് കേട്ട് രാഘവേട്ടൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓടി. അതിനു മുന്നേ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് ഓപ്പൺ ആക്കി അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അകത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അവനിൽ നിന്ന് കിട്ടിയ പുഞ്ചിരിയിൽ രാഘവേട്ടൻ്റെ കിളികളെല്ലാം പറന്നുപോയിരുന്നു. കാറിൽ നിന്നിറങ്ങി കാറിൻ്റെ ഡിക്കി തുറന്ന് കവറുകൾ ഓരോന്നും എടുക്കുന്നത് കണ്ട് രാഘവേട്ടനും ശ്യാമും അവനെ സഹായിക്കാൻ പോയി. 3 ആളും കൂടെ കയ്യിലുള്ള കവറുകൾ ടേബിളിൽ നിർത്തി വെച്ചതും കമലമ്മ അവനെയും അവിടെ കിടക്കുന്ന കവറുകളിലേക്കുമായി അവർ നോക്കി. ഫ്രൂട്ട്സ്, നട്ട്സ്, ഹോർലിക്സ് തുടങ്ങി എന്തൊക്കെയോ അവൻ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒരാൾക്കല്ല, ഒരു 10 ഗർഭിണികൾക്ക് കഴിക്കാനുള്ളതുണ്ടായിരുന്നു. ഇതൊക്കെ ആ പെണ്ണിന് കഴിക്കാനാണോ? പിന്നല്ലാതെ, അവളുടെ ബോഡി നല്ല വീക്കാണെന്ന് ഡോക്ടർ പറഞ്ഞ് അവ ഇതെല്ലാം കഴിക്കണം. ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന്. പിന്നെ കമലമ്മ വേണം അവളുടെ കാര്യങ്ങൾ നോക്കാൻ. കമലമ്മക്ക് അറിയാലോ, എന്നെ അവൾക്ക് കാണുന്നത് പോലും ചതുർത്ഥിയാണ്. ഞാൻ കൊടുത്താലും അവളൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കമലമ്മ കണ്ടറിഞ്ഞ് കൊടുക്കണം. പിന്നെ 1-2 ടോണിക് കൂടെ ഉണ്ട്. കൃത്യസമയത്ത് തന്നെ ഭക്ഷണം അവളെ കഴിപ്പിക്കാൻ നോക്കണം. പിന്നെ എന്തൊക്കെയോ ഓർത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ വെപ്രാളവും മറ്റും കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിരുന്നു അവൻ എത്രത്തോളം സന്തോഷത്തിലാണെന്നും അവൻ എത്രത്തോളം മാറിപ്പോയെന്നും അവർ മനസ്സിലാക്കി.
ഒരു ഫോൺ കോൾ വന്നപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് സ്വന്തം റൂമിലേക്ക് പോകാൻ സ്റ്റെയർ കയറി തുടങ്ങി അവൻ ഒരു നിമിഷം നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി. അഖീദയുടെ മുറിയിലേക്ക് നടന്നു. ചാരിയിട്ടിരിക്കുന്ന അവളുടെ റൂമിൻ്റെ ഡോർ പതുക്കെ തുറന്ന് അകത്തേക്ക് നോക്കി. വയറിന് കുറുകെ രണ്ട് കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് കണ്ണുകളടച്ച് മയങ്ങിക്കിടക്കുന്ന അവളെ ഒന്ന് നോക്കി അവൻ വീണ്ടും മുകളിലേക്ക് പോയി. നേരെ സന്ധ്യയോടടുത്തു. അവൻ കമലമ്മയെ തിരക്കി മുറിയിലേക്ക് വന്നിരുന്നു. വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നിത വലതും കഴിച്ചോ എന്നറിയാൻ തന്നെയായിരുന്നു. കമലമ്മയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ എന്തൊക്കെയോ അടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. കമലമ്മേ, അവൻ പതുക്കെ വിളിച്ചതും അവൻ്റെ വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. എന്താ റാം, കഴിക്കാൻ വല്ലതും വേണോ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന നീയൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചോളാം. അവൾ വല്ലതും കഴിച്ചായിരുന്നോ? അപ്പോൾ വന്നപ്പോൾ തൊട്ട് ആ മുറി തന്നെയല്ലേ? വിശക്കില്ല അവൾക്കും മക്കൾക്കും? എന്ന് മുതൽ തുടങ്ങി എൻ്റെ മോന് കുടുംബോത്തരവാദിത്തം? അവരവനെ കളിയാക്കി ചോദിച്ചപ്പോൾ അവൻ നോക്കി ചിരിച്ചു. എന്നെ കളിയാക്കാതെ കമലമ്മ, ഞാൻ ചോദിച്ച ഉത്തരം പറ. കപടദേശം കാണിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് ചിരി മാഞ്ഞിരുന്നു. ഇല്ല റാം, അവൾ വന്നപ്പോൾ തൊട്ട് കിടക്കുന്ന കിടപ്പാണ്. ഇടയ്ക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ അവൾ നല്ല മയക്കത്തിലായിരുന്നു. അതുകൊണ്ടാണ് വിളിക്കാഞ്ഞേ. അതൊക്കെ അവൾ ചിലപ്പോൾ മാനപൂർവ്വം കണ്ണടച്ച് കിടക്കുന്നതാവും. കമലമ്മക്കൊന്ന് വിളിക്കായിരുന്നില്ല അവളെ. അവളുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് പരാതികാലത്തെ പറയുന്നവനെ കമലമ്മ ചൂഴ്ന്നു നോക്കി. ഭാര്യ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നില്ല, അത്രയ്ക്ക് ദണ്ണ ഉണ്ടെങ്കിലേ നീ പോയി വിളിക്ക്. അല്ലെങ്കിൽ നീ എന്തിനാ രണ്ടാൾ രണ്ടിടങ്ങളിൽ കിടക്കുന്നേ? 2 റൂമുകളിലായി കിടക്കുന്ന അവൾക്ക് നീ 3 കൊച്ചുങ്ങളൊക്കെ കൊടുക്കാമെങ്കിൽ നിനക്ക് അവളുടെ അടുത്തോ അവൾക്ക് നിന്റെ അടുത്തോ കിടന്നൂടെ? അപ്പോൾ പിന്നെ കഴിപ്പിക്കേ ഉറക്കേ എന്ത് വേണേലും നേരിട്ട് ചെയ്യാലോ. അത് ശരിയാവില്ല. എന്നെ കാണുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ അവളോട് ചെയ്ത തെറ്റിന് അവൾക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞതിന് അവരെ നോക്കാതെ തിരിഞ്ഞു നിന്ന് തലതാഴ്ത്തി മറുപടി കൊടുത്ത അവനെ തനിക്ക് നേരെ അവർ പിടിച്ചു നിർത്തി. താണുപോയ മുഖം അവർക്ക് നേരെ ഉയർത്തി അവർ കണ്ടത് നിറഞ്ഞു തുളുമ്പാറായി നിൽക്കുന്ന 2 മിഴികളെയാണ്. റാമിനെ അങ്ങനെ അവർ കാണുന്നത് ആദ്യമായാണ്. എവിടെയും കരളുറപ്പോടെ നിൽക്കുന്നവൻ, ആരെയും ഭയക്കാതെ നെഞ്ചി വിരിച്ച് നാട്ടിൽ നിവർത്തിപ്പിടിച്ച് നിൽക്കുന്ന റാമിനെ അവർ കണ്ടിട്ടുള്ളൂ. എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും തന്നോട് മുഴിഞ്ഞ് ഇന്നവർ സംസാരിച്ചിട്ടില്ല. എന്തോ ഇന്നവൻ്റെ നിറഞ്ഞ മിഴികൾ കണ്ടപ്പോൾ ആ അമ്മ മനസ്സറിയാതെ വീങ്ങിപ്പോയി. റാം, നീ ഇവിടെ ഇരിക്ക്. അവനെ ബെഡിലായി പിടിച്ചിരുത്തിക്കൊണ്ട് അവനരികെ കമലമ്മയും ഇരുന്നു. റാം, ഞാൻ ചോദിക്കുന്നതിന് നീ കൃത്യമായി മറുപടി നൽകണം. ഞാൻ ഇന്നേ വരെ നിൻ്റെ ഒരു കാര്യത്തിലും അനാവശ്യമായി ഇടപെട്ടിട്ടില്ല. അഗ്നി ഈ വീട്ടിലേക്ക് വന്നപ്പോൾ പോലും പലപ്പോഴും അവൾ പറഞ്ഞിട്ടുണ്ട് അവളുടെ ജീവിതം നശിപ്പിച്ചവൻ നീയെന്ന്. അവളിലൂടെ പ്രതികാരം ചെയ്യാനാ അവളിവിടേക്ക് വന്നതെന്നും. ഇപ്പം നീയും പറയുന്നു നീ ചെയ്ത തെറ്റിന് നിന്നോട് ഒരിക്കലും അവൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന്. അതിന് മാത്രം നീ അവളോട് ചെയ്ത തെറ്റ് എന്താ അതെനിക്ക് അറിയണം. അവളിനെ ഇത്രമാത്രം വെറുക്കാനുള്ള കാരണവും. അതോടൊപ്പം എനിക്കൊരു സംശയം കൂടിയുണ്ട്. അവരത് പറഞ്ഞു നിർത്തിയതും എന്താണെന്നുള്ള ഭാവത്തിൽ അവരെ നോക്കി. 2 പരസ്പര ശത്രുക്കളാണ്. പിന്നെ എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങളുടെ അവളുടെ ഉദരത്തിൽ ഉടലെടുത്തത്? നിന്റെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ നീയാണെന്ന്. അത്രമാത്രം ഉറപ്പ് അവളിൽ നിനക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? കമലമ്മയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാവാതെ തലകുനിക്കാൻ അവനായുള്ളൂ. റാം, എനിക്കിതിന് ഉത്തരം നൽകാതെ ഞാൻ എൻ്റെ 2 കാര്യത്തിൽ ഇടപെടില്ല കേട്ടോ. കമലമ്മ തറപ്പിച്ച് പറഞ്ഞപ്പോൾ റാമിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. അവൻ കണ്ണുകളടച്ച് കമലമ്മയോട് എല്ലാം പറയാനൊരുങ്ങി. ഞാൻ പറയാം കമലമ്മേ, പക്ഷേ എല്ലാം കേട്ട് കഴിയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത്, എന്നെ വെറുക്കരുത്. അവർക്ക് മുന്നിൽ കൈകൾ കൂപ്പി പറഞ്ഞു. എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വിധമുള്ള തെറ്റാണോ നീ ചെയ്തേക്കുന്നത്? അതിന് മാത്രം നീ എന്താ ചെയ്തത് കണ്ണാ? അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് അവർ ചോദിച്ചു. ഈ ലോകത്തൊരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും വലുത് അവളുടെ മാനവും ആത്മാഭിമാനവുമാണ്. അത് ഞാൻ അവളുടെ സമ്മതമില്ലാതെ സ്വന്തമാക്കി. അവളോട് എനിക്ക് തോന്നിയ ഇഷ്ടം അതെന്നനുസരിച്ചപ്പോൾ അതൊരു വാശിയായി. ഒരിക്കൽ കമ്പനിയിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചതൊന്ന് സ്വന്തമാക്കി ശീലമുള്ള റാണ വിക്രംനാഥിൻ്റെ ആഗ്രഹങ്ങളിൽ നടക്കാത്തൊരാഗ്രഹമായി അവൾ മാറിയപ്പോൾ അന്ന് മതിലേറിയിൽ ചെയ്തു പോയതായിരുന്നു. അവൾക്ക് കുടിക്കാൻ കൂൾ ഡ്രിങ്കിന് പകരം വോഡ്ക മിക്സ് ചെയ്തായിരുന്നു കൊടുത്തത്. കുടിക്കുന്നത് എന്താണെന്ന് അറിയാതെ പാതിമയക്കത്തോടെ തന്നെ നെഞ്ചിലേക്ക് വീണവളെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിൻ്റെ ലഹരിയിൽ അവളുടെ ഉടലിനെ പ്രാപിക്കുമ്പോഴും ചെയ്തതിനൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ചെയ്യുന്നൊരു പെണ്ണിനോടുള്ള നെറുകേടാണെന്ന് മനസ്സിൽ തോന്നിയില്ല. പക്ഷേ എല്ലാം മറിഞ്ഞു വന്നപ്പോൾ ഒത്തിരി വൈകിപ്പോയി. ഇന്ന് എന്നാൽ ഉടലെടുത്ത 3 കുഞ്ഞുങ്ങൾ അവൾ ദുരത്തിലുണ്ട്. പക്ഷേ അവളെയോ ആ കുഞ്ഞുങ്ങളെയോ സ്നേഹിക്കാനോ വാത്സല്യപൂർവ്വം നെഞ്ചിലേക്ക് ചേർക്കാനോ എനിക്ക് കഴിയുന്നില്ല. ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി അവരെ നോക്കിയതും തൊട്ടടുത്ത നിമിഷം അവരുടെ കൈ അവനിൽ ഉയർന്നതാണിരുന്നു. കവളിൽ കൈവച്ച് കമലമ്മയെ നോക്കുമ്പോഴും അവനിൽ അവരോട് ദേഷ്യമോ രോഷമോ ഉണ്ടായിരുന്നില്ല. പകരം അത് തനിക്ക് അർഹമായുള്ളതാണെന്ന് അവന് തോന്നി.
ഛേ, നീ ഇത്രത്തോളം തരന്നാണ് പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു നീ ഒത്തിരി സ്ത്രീകളുടെ കൂടെ അന്തി ഉറങ്ങിയിട്ടുണ്ടെന്ന്. ആദ്യമൊക്കെ നിന്നെ ഞാൻ അതിനെ ശാസിച്ചിരുന്നതാണ്. അന്ന് നീ പറഞ്ഞത് ആരുടെയും അനുവാദമില്ലാതെയല്ല. തെറ്റായ കണ്ണുകളിലൂടെ റാം ഇന്നേവരെ ഒരു പെണ്ണിനെയും നോക്കിയില്ലായിരുന്നു. നിന്നെ തേടി വരുന്നവരെ മാത്രമേ നീ സ്വീകരിക്കാറുള്ളൂ. അന്ന് ഞാൻ നിന്നെ അതിൽ നിന്ന് വിലക്കിയപ്പോൾ നീ എന്നെ അനുസരിച്ചില്ല. പക്ഷേ ഇന്ന് നീ ചെയ്തെന്താണെന്ന് അറിയോ നിനക്ക്? കമലമ്മേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇതാണോ റാം തെറ്റ്? അത് പറയാൻ നിനക്ക് അർഹതയുണ്ടോ? തെറ്റെന്ന വാക്കിൻ്റെ അർത്ഥം നിനക്ക് അറിയോ? ഒരു പാവ പെണ്ണിൻ്റെ സ്വപ്നങ്ങൾ തകർത്ത് അവളുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരം സ്വന്തമാക്കിയിട്ടാണോ നീ പറയുന്നത് നിനക്ക് തെറ്റ് പറ്റിയെന്ന്? വേണ്ട റാം, എനിക്ക് കേൾക്കണ്ട. നീ എന്താ ചെയ്തെന്നറിയോ? ആ കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്. അവൾ പലപ്പോഴും നീ കാരണമാണ് അവളുടെ ജീവിതം ഇല്ലാതായെന്ന് പറയുമ്പോഴും നീ അവളോട് ചെയ്ത ഇത്രയും വലിയൊരു ക്രൂരതയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കമലമ്മ, എനിക്കറിയാം മാപ്പ് ചോദിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ അവളോട് ചെയ്ത തെറ്റിന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്നെ വെറുക്കല്ല കമലമ്മേ. കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ് അവളുടെ കാൽക്കലേക്ക് വീണു. അവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കമൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ കമലമൊന്നും ഞെട്ടി പിന്നിലേക്ക് മാറി. റാം അവൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് വിളിച്ചതും അവൻ അവരുടെ മടിയിലേക്ക് വീണൊരു കുഞ്ഞിനെ പോലെ എങ്ങിക്കരയാൻ തുടങ്ങിയിരുന്നു. ഇന്നവനെല്ലാം കൊണ്ടും അറിയാം അവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം അളക്കാൻ കഴിയാത്തതാണെന്ന്. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവൾ തന്നോട് ക്ഷമിക്കില്ല. അവനിൽ നുരഞ്ഞു പൊന്തിയ കുറ്റബോധമാണ് അവൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന ചൂടുകണ്ണീരെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാവഭാരം ഒഴുകി കളയട്ടെ എന്ന് കമലമ്മയും കരുതി. അവൻ്റെ മുടിയിഴകളിലൂടെ പതിയെ വെല്ലുവിളിച്ചു വിട്ടു. അവൻ ആശ്വസിപ്പിച്ചു. അവൻ്റെ സങ്കടം കുറഞ്ഞതും അവൻ അവരെ തന്നിൽ നിന്നും മറത്തി മാറ്റി. റാം, പശ്ചാത്താപം നല്ലതാണ്. ചില തെറ്റുകൾക്ക് കണ്ണീരോ പാപപരിഹാരമോ പശ്ചാത്താപമോ അല്ല പരിഹാരം. കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാത്ത മുറിവായി ചിലത് നിലനിൽക്കും. അങ്ങനെ ഒന്നാ നീ ചെയ്തത്. ആ തെറ്റ് ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമോ എന്ന് തോന്നുന്നുണ്ടോ? അവളുടെ ആഴത്തിൽ പറഞ്ഞത് കൊണ്ടല്ലേ അവൾ നിന്നോട് ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുന്നത്. ക്ഷമിക്കാൻ പറ്റുമോ അവൾക്ക്? കമലമ്മനെ സഹീദിയോട് ചോദിക്കുമ്പോൾ അവനൊന്നിനും ഉത്തരമില്ലായിരുന്നു. റാം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ ഈ മാറ്റം ശരിക്കും മനസ്സറിഞ്ഞാണോ? അതോ അവളുടെ വയറ്റിൽ നിന്റെ കുഞ്ഞുങ്ങൾ പിറവെടുത്തത് കൊണ്ടാണോ നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്? ഏയ്, അങ്ങനെയല്ല കമലമ്മേ. ഞാൻ അവളെ സ്നേഹിക്കുന്നത് സത്യമായി തന്നെയാ. അതറിയാൻ ഇത്തിരി വൈകിപ്പോയി. തിരിച്ചറിഞ്ഞപ്പോൾ എന്നാലാവുന്ന വിധം തൻ്റെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു. അതിന് മുന്നേടിയായി ഇന്നലെ അവളുടെ കഴുത്തിൽ നിന്ന് അറ്റുപോയ താലിക്ക് പകരം മഹാദേവൻ്റെ നടയിൽ പോയി ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് പൂജിച്ച് താലി ചാർത്തിയത്. പെട്ടെന്നൊരു മാറ്റം അവളിൽ നിന്നുണ്ടാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൾ പ്രഗ്നൻ്റ് ആവുമെന്ന് കരുതിയില്ല. എന്നോടുള്ള ദേഷ്യം അവളിൽ ചെറിയ തോതിലെങ്കിലും കെട്ടടങ്ങണമെന്നുണ്ടായിരുന്നു. എങ്കിലും അതിനെനിക്ക് ഈശ്വരൻ സമയം തന്നില്ല. ഞാൻ അവൾ ചെയ്ത തെറ്റിന് ദൈവം എൻ്റെ കുഞ്ഞുങ്ങളിലൂടെ തന്നെ പകരം ചോദിക്കുന്നു. അവരൊന്ന് കാണാനെങ്കിലും അവൾ സമ്മതിക്കോ കമലമ്മേ? എന്നെ കാണുന്ന പോലും അവൾക്ക് വെറുപ്പാണ്. എൻ്റെ സാമീപ്യം പോലും അവൾ ആഗ്രഹിക്കുന്നില്ല. വിരുമ്പിക്കൊണ്ടവൻ അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. നിധിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവളെ കുറ്റം പറയാൻ പറ്റൂ. അത്രത്തോളം തന്നെ അവളും അനുഭവിച്ചില്ലേ. ഇനി എന്താണെന്നുള്ള ചോദ്യത്തിന് ആർക്കും മറുപടിയില്ലായിരുന്നു. കമലമ്മയോടെല്ലാം ഏറ്റു പറഞ്ഞപ്പോൾ റാമിന് കുറച്ച് ആശ്വാസമായിരുന്നു. നിധിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുറച്ച് അവൻ മുറിയിലേക്ക് പോയപ്പോൾ നിധിയുടെ മുറിയിലേക്ക് കമലമ്മ ചെന്നു. വാതിൽ തുറന്നതും മുറി മുഴുവനും കൂരാക്കുഴിട്ട് അനുഭവപ്പെട്ട കമലമ്മ തപ്പിപ്പിടിച്ച് ലേറ്റിട്ട് ബെഡിലേക്ക് നോക്കി. ബെഡിൻ്റെ ഒരു സൈഡിലായി ചുമരിനോട് ചേർന്നിരുന്ന് കാലുകൾ രണ്ടും മടക്കി കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് മുട്ടിൽ മുഖം പൂഴ്ത്തി ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന അവളെ കണ്ടതും അവരുടെ ഉള്ളമൊന്നാകെ വിങ്ങി.